പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മുന്നിൽ വരാതിരിക്കാൻ ക്ഷമിക്കണം എന്ന യേശുവിന്റെ വാക്കുകാരിൽ വേദന വളർത്തി. അങ്ങനെ ഒരു ദേഷ്യത്തിലല്ല പറഞ്ഞത്, ആ നിമിഷം എന്തോ അറിയാതെ പറഞ്ഞുപോയി. അവരെ നോക്കി വന്നതുപോലെ അവർ തിരികിറങ്ങിപ്പോയതും അവർ അഞ്ചുപേരുടെ വാക്കുകളും പ്രവൃത്തികളും കുറച്ച് കടന്നുപോയെന്ന സത്യം ഉൾക്കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു. അടുത്ത നിമിഷം അവർ വേഗത്തിൽ സ്റ്റെയർ ഇറങ്ങി വന്ന് പെൺപടകളുടെ റൂമിലേക്ക് എത്തി നോക്കിയപ്പോൾ അവിടം ശൂന്യമായത് കണ്ട് അവർ ഫ്രണ്ട് ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങവേ ഗേറ്റിനടുത്തായി നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോയിൽ കയറുന്നവളമാരെ കണ്ട് അവളുമാർ പെട്ടിക്കെടുത്തോണ്ടാ പോകുന്നത്. ശിവ എന്ന് ഡേവി ഉറക്കി വിളിച്ചെങ്കിലും അവരുടെ വിളി കേൾക്കാൻ നിൽക്കാതെ ഓട്ടോയിൽ കയറിപ്പോയതും ഒട്ടും അമാദിക്കാതെ അവരുടെ ബൈക്കിൽ അവരുടെ പുറകെ വിട്ടു. ഓട്ടോയിൽ കയറിയപ്പെടെ 4 സീറ്റിലിരുന്ന് അഞ്ചാമത്തോളായ ലീവിനെ ശിവയുടെ മടിയിലിരുത്തി. അക്കു, ഇനി അമ്മാരെങ്ങനെ പുറകെ വരുമോ എന്ന് ലീവിന്റെ ചോദ്യത്തിൽ. വന്നാലും പോവരുത്, കട്ടക്ക് നിന്ന് നമ്മൾ തള്ളോട്ട് പോകണം. വിളിച്ചാ പോയില്ലെങ്കിൽ പിടിച്ചോണ്ട് പോകുന്ന ഐറ്റംസ് അവര് എന്ന് യേശു നിലവിൽപ്പെട്ടു. എന്നാ പിന്നെ വരുമ്പോൾ നോക്കാം, വല്ലാണ്ട് മൈൻഡ് കൊടുക്കാൻ നിൽക്കാം. സത്യം പറഞ്ഞാ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയല്ലേ അക്കു? അവിടെ ദേഷ്യം ന്യായമായിരുന്നില്ലേ? ശ്രീയുടെ വാക്കിൽ ദേഷ്യമൊക്കെ ന്യായാവും, പക്ഷെ ആ മാന്ത കൈ വെച്ച് എനിക്ക് പൊട്ടിയാട്ടി, അതിന് ന്യായമില്ല. കൊണ്ടുവന്ന് എനിക്കാം ഒന്നിച്ചതോ വട്ടയിട്ട് പറക്കുമായിരുന്നു എനിക്ക് ചുറ്റും. അതെല്ലാം സഹിച്ചതേ ആ ഒരൊറ്റ അടി വെച്ച് നമുക്ക് അവിടുന്ന് മുങ്ങാന്നുള്ളതുകൊണ്ടാ. അതിന് നന്ദി വേണോടി പന്നി, നന്ദി. അത് ശരിയാ, അല്ലെങ്കിൽ അവരുടെ പണിമുണ്ടൊക്കെ പോകേണ്ടി വന്നേന്. എന്റെ അമ്മ പോയിരുന്നെങ്കിൽ എന്ന് ലീവ് തലയൊന്ന് ഉടഞ്ഞു. ഒരാഴ്ച എന്നുള്ളത് അവർ വേണമെങ്കിൽ നാളെ എങ്ങാനും നാക്കി എങ്ങനെ എസ്കേപ്പ് അടിക്കും? പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന മരം കുത്തി മോനായ കെട്ടിയവനാണ് അയാള് എന്ന് പറഞ്ഞ അക്കു. ഇന്നലെ ഉമ്മിച്ച മുതൽ ഇന്ന് അടച്ചിട്ടേക്കുവാ. എന്നാൽ അക്കുവിന്റെ വാക്കിൽ ശ്വാസം വലിച്ചുവിട്ട ഇഷു അറിയാതെ സൈഡ് മിററിലൂടെ നോക്കിയതും അതാ 5 ബൈക്കുകൾ ചീറിപ്പാഞ്ഞു വരുന്നു. എവിടെയോ കണ്ടതുപോലെ എടിയാവുമാര് എന്ന് ശബ്ദമുയർത്തിയതും അവർ പുറകിലേക്ക് നോക്കും മുമ്പേ ഓട്ടോക്ക് മുമ്പിലായി അവർ 5 തടസ്സം തീർത്തിരുന്നു. അവരുടെ നിൽപ്പും ഭാഗം കണ്ട് ഓട്ടോ ചേട്ടൻ കടവുളെ പഞ്ചാഗ്നി എന്ന് കേൾക്കിയ ശിവ, ചേട്ടന് ഇവരറിയാവോ? തെറിയാമ പോയിടുമാ, അവങ്ക ഓഫീസിൽ നൈറ്റ് നാദാ സെക്യൂരിറ്റി വിലക്ക് നിൽക്കാൻ. ഞങ്ങള് ഭാര്യമാരാ. 5 വിളിച്ചു. അതോടെ കാര്യങ്ങളുടെ വശം പിടികിട്ടിയ ഓട്ടോക്കാരൻ ചാടി പുറത്തിറങ്ങി. സർ, എനിക്കൊന്നുമേ തെരിയക്കൂടാതെ ഇവങ്കതായി മുന്നാടി വന്ന് ഓട്ടോ നിർത്തിനാറ് എന്ന് കേൾക്കിയ പെൺപടകൾ പല്ലുകടിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇയാള് പോയിക്കോ എന്ന് കേൾക്കിയ ഡ്രൈവർ കൈകൊപ്പി വേഗത്തിൽ വണ്ടിയും കൊണ്ട് വിട്ടു. വാഹനം പോകുന്ന നോക്കി അവളുമാര് വായും തുറന്നു നിന്നു. തിരുട്ടു മൂജി. ഈശു ഓട്ടോക്ക് നേരെ പുച്ഛിച്ചു. അനക്ക് തമിഴൊക്കെ അറിയോടി? ശ്രീയുടെ പതിഞ്ഞ ചോദ്യത്തിൽ ആ ഒരു ഫിലിമിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഉള്ളത്തേക്കില്ലാതെ ഉള്ളത്തെ അള്ളിത്ത സിറ്റുവേഷൻ കൊള്ളാം അല്ലേ? ഞാൻ വേണമെങ്കിൽ കുറച്ച് തമിഴ് കൂടി പറയാം. ഇന്ത കൊലാകാര പസങ്ങൾക്ക് സംഗീതമേ വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി. വേണ്ട, മതി, സിനിമ ഞാനും കാണുന്ന. ഇതിനിടയിൽ അവരുടെ മേഖല അവന്മാരിലേക്ക് നീണ്ടു. അവരുടെ നിൽപ്പത്ര പന്തിയിൽ നിന്ന് മനസ്സിലാക്കി. ശിവ പെട്ടു എന്നാ തോന്നണേ, ലീവ് പതിഞ്ഞ ശബ്ദത്തിൽ പറയവേ. രക്ഷയില്ല മോളെ, ഇനിയിപ്പോ ഓടിയത്തന്നെ എവിടം വരെ ഓടും. അപ്പൊ ഹണിമൂണ്? ലീവ് വിറച്ചു. ഇനിയൊരു വടയേ ഉള്ളൂ. അല്ല, ഇനിയൊരു അടവേ ഉള്ളൂ. ഇവളുടെ കാറിന്റെ ആണോ? അല്ലടി. പിന്നെ പറ, അവന്മാര് പറഞ്ഞ ഡയലോഗിൽ പിടിച്ച് കയറാം. യു മീൻ സെന്റിമെന്റ്സ്? അപ്പോഴവിടുന്നുള്ള രൂക്ഷമായ നോട്ടത്തിൽ 5 അവരെ തെല്ലെന്ന് പോലും ഗൗനിക്കാതെ ഗൗരവത്തോടെ നടന്നെടുത്ത് ബൈക്കിന് പുറകിൽ കയറിയിരുന്നു. വാഹനം മുന്നോട്ടെടുത്ത് കുതിച്ചു പാഞ്ഞ് എത്തിച്ചേർന്ന് വീട്ടിലായിരുന്നു. മുറ്റത്തായി നിർത്തിയപാട് അവർക്ക് പുറകിൽ നിന്നും പെൺപടകൾ ഇറങ്ങി താഴെയുള്ള അവരുടെ റൂമിലേക്ക് പോയി. അവർക്ക് പുറകെ ആൺപടകൾ വന്നപ്പോഴേക്കും അവർ 5 കഥകടച്ച് ലോക്ക് ചെയ്തിരുന്നു. ഡോറിലേക്കൊന്ന് നോക്കിയവർ അവിടെയുള്ള സെറ്റിയിലായി സ്ഥാനം പിടിച്ചു. എന്നാൽ അകത്ത് കയറിയവർ ബെഡിലായി താടിക്ക് കൈയും വെച്ചിരുന്നു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ, നമ്മൾ പെട്ടുപോയില്ലേ എന്ന ലീയുടെ സംസാരത്തിൽ ശ്രീ, ശരിക്കും നമ്മൾ എന്തിനാ ട്രിപ്പിന് പോകാതിരിക്കുന്നത്? പേടി അല്ലാണ്ടിന്ന് ചുമ്മാ ഒരു ട്രിപ്പാണെങ്കിൽ ആദ്യം ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടേനെ. ഇതാണോ അവരുടെ ഹണിമൂണെന്ന് ഒറ്റ ഡയലോഗ് ഉണ്ടല്ലേ നമ്മൾ പോവാണ്ടിരുന്നേ? സത്യം പറഞ്ഞ കെട്ടുകഴിഞ്ഞാന്ന് നമ്മൾ അറിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അതുവരെ ടെൻഷൻ അടിച്ചിരുന്നു. എനിക്ക് ഇരട്ട സുഖമായിരുന്നു. അല്ലെങ്കിൽ അന്ന് നടക്കായിരുന്നു ഫസ്റ്റ് നൈറ്റ് ആലോചിച്ച് എനിക്ക് അറ്റാക്ക് വന്നേനെ എന്ന യേശുവിന്റെ വാക്കുകൾക്ക് ബാക്കി 4 സെയിം അവസ്ഥയിലായിരുന്നു എന്നെ പോലെ ഇളിച്ചു നിന്നു. അതൊക്കെ ശരിയാ, പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്ത പ്രവൃത്തി കുറച്ചുകൂടി പോയില്ലേ? കുറച്ച്. ശ്രീയുടെ വാക്കിൽ ഒരടിയൊക്കെ കിട്ടേണ്ട പ്രവൃത്തി തന്നെയാണ് നമ്മൾ ചെയ്ത് അല്ലേ? ലീവ് കൂടെ പറഞ്ഞു അക്കു. എന്നിട്ട് കിട്ടിയതോ എനിക്ക് മാത്രം? അടി കിട്ടിയില്ലെന്ന് എനിക്ക് പ്രശ്നമില്ല, അങ്ങേർക്ക് അറിയില്ലല്ലോ ഞാൻ കീറിക്കളഞ്ഞ ബ്ലാങ്ക് പേപ്പേഴ്സ് ആയിരുന്നു എന്ന്. ആരുടെ മുമ്പിൽ അവരുടെ പ്രയത്നം ഒറ്റ നിമിഷം ഇല്ലാതായപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിട്ട് കരുതാം. പക്ഷെ അവരുടെ വായിന്ന് വന്ന വാക്കുകൾ അത് കേൾക്കേണ്ടോ സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന അക്കുവിന്റെ വാക്കിനോട് 4 യോജിച്ചു. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് സോറി പറയുന്നത് നമ്മുടെ മാന്യത. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു തീർത്തതിന് ക്ഷമിക്കുന്നല്ല, അത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ശിവ പറഞ്ഞ ലീവ്. അപ്പൊ ഇനി എന്ത് ചെയ്യാനാ പ്ലാന്? അവോയ്ഡ്, പുറഞ്ച് അവോയ്ഡ് ചെയ്യണം എന്ന് അക്കു പറഞ്ഞിട്ട് ഇഷ്യൂ. അത് തന്നെയാ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ ട്രിപ്പിൽ എസ്കേപ്പ് അടിക്കാൻ പറ്റും. അവസാനം അവർ പെട്ടെന്നൊന്ന് ആൺപടകളോട് ക്ഷമിക്കില്ലെന്ന് തീരുമാനത്തിൽ ഡ്രസ്സ് മാറ്റി കഥകളൊന്ന് വെളിയിലോട്ട് ഇറങ്ങി.
അപ്പോഴേക്കും ടിവിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന വ്യാജനെ അവന്മാർ ഇടയ്ക്കിടെ കഥക് തുറക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. കഥക് തുറന്ന് അവളുമാർ ഇറങ്ങിയതും അവർ അവർക്കടുത്തേക്കായി എണീക്കാൻ നിന്നെങ്കിലും അങ്ങനെ 5 പേര് അവിടെ ഉണ്ടോ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന കണക്ക് പെൺപിള്ളേർ അവർക്ക് മുമ്പിലൂടെ നേരെ കിച്ചണിലേക്ക് വിട്ടു. ഉണ്ടാക്കി വെച്ച ഫുഡ് എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ചെയറിലായിരുന്നതും അവർക്കരികിലെ അവന്മാരെ സ്ഥാനം പിടിച്ചു. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയവളുമാർ ഒരു നിമിഷം നിന്ന് മിഴികൾ ഉയർത്തിയപ്പോൾ അതാ ഒരു പറ്റം ജോഡി കണ്ണുകൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അവർ 5 ഒരുമിച്ച് സോറി എന്ന് പറഞ്ഞതും അവന്മാരുടെ മിഴികൾ കുറുകി. ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം, അതിനാ സോറി പറഞ്ഞത്. സോറി, പക്ഷെ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ. ഒരു ഔദാര്യം പോലെ ഞങ്ങൾക്കായി ഒന്നും വെച്ച് നീട്ടരുത് എന്ന് ശിവ പറഞ്ഞതിന് ശേഷം മറ്റൊന്നും പറയാതെ അവർ ഭക്ഷണം കഴിച്ചെണീറ്റു. അവർക്ക് പുറകെ അവന്മാരും. കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയം അവന്മാർ മുകളിലെ വർക്കൗട്ട് റൂമിലായി സ്ഥാനം പിടിച്ചു. അവര് പറഞ്ഞ പോലെ പറഞ്ഞുപോയത് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നലകിച്ചു. പക്ഷെ നിന്റെ സഡൻ ആക്ഷനും തെറ്റു പറയാൻ പറ്റില്ല. ദക്ഷിന്റെ വാക്കിൽ മൗനമായിരുന്ന കിച്ചുവിന്റെ മനസ്സിൽ കറങ്ങി പറഞ്ഞ അക്കുവിന്റെ മിഴികൾ നിറഞ്ഞു നിന്നു. തെല്ലൊന്നും നെടുവീർപ്പെട്ടവൻ ചെയ്തത് തെറ്റന്നെയാ ദക്ഷ്. എന്തുതന്നെയായാലും എന്റെ പെണ്ണിനെ കൈ നീട്ടി അടിച്ചത് തെറ്റാ. കറങ്ങി പറഞ്ഞ കണ്ണിങ്ങനെ ഉള്ളു നീറ്റുവാ. ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ. നമ്മളെക്കാൾ മുമ്പേ നമ്മെ സ്നേഹിച്ചിരുന്നെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മളെ അവർക്ക് ഒത്തിരി അറിയാം. അവരെ അറിയാൻ നമ്മളാ ശ്രമിക്കാതിരുന്നത്. അല്ലെങ്കിലും പ്രവൃത്തി കഴിഞ്ഞ ചിന്തയിൽ വരുള്ളല്ലോ. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ പോലും അവളങ്ങനെ ചെയ്യില്ലെന്ന് ചിന്തയിൽ വരാതിരുന്നത്. ദേഷ്യം അത് മനസ്സിനെ നിയന്ത്രണം തെറ്റിക്കുക. ഡാ, അവരുടെ ആകുലതയോടെയുള്ള വിളി. അവളൊന്നും എന്നെ നോക്കിയത് പോലും ഇല്ലടാ. കവിളൊക്കെ വീങ്ങിക്കുക. അടിച്ചതോ പോട്ടെ, ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ ഇശു. അവൾ പറഞ്ഞേക്ക് ഉരുകിപ്പോയി. ഞാൻ ഒരിക്കലും ആ രീതിയിൽ ഉദ്ദേശിച്ചല്ല. പറഞ്ഞു വന്നപ്പോ എന്തൊക്കെയോ എന്ന് അരിയും തുടർന്നു. പിടഞ്ഞു വേടാ അവർ ഈ പടിയിറങ്ങിയപ്പോ. സത്യത്തിൽ അപ്പോഴാ അവരുടെ ആ സാന്നിധ്യം നമ്മെ വല്ലാണ്ട് ബാധിക്കാൻ തോന്നിയ പോലും. എന്നാൽ ഷാനിന്റെ വാക്കുകളോട് അവർ യോജിച്ചിരുന്നു. തിരിച്ചെടുക്കാൻ പറ്റാത്തവരൊന്നും ചെയ്തും പറഞ്ഞും പോയി. കുറച്ച് കടുംപിടുത്തുള്ള ഇനത്തിലാണ് എന്റെ പെണ്ണ്. അത്ര പെട്ടെന്നൊന്നും പിടിയില്ല അവള് എന്ന് ഡെവി മേൽപോട്ട് നോക്കി പറഞ്ഞു. ഹരി ഇറങ്ങിപ്പോവാൻ പറഞ്ഞല്ലേ നീ, അതിന്റെ ദേഷ്യം എന്തായാലും ഉണ്ടാവും. ഓർമ്മിപ്പിക്കലടാ തെണ്ടി. അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. അതൊക്കെയാണ്, പക്ഷെ ആള് കലിപ്പില്ല. സോറി പറഞ്ഞപ്പോഴവൾ നിന്നെ ചറിഞ്ഞു നോക്കിയാ പറഞ്ഞ് എന്ന് ഹരി വിളിച്ചതും. അല്ലാണ്ട് വിളിക്കല്ലേ. അട്ടയുടെ പഴഞ്ചൊല്ല് പറയും നിന്നെ നോക്കി തേപ്പിച്ച് ഞാനും കണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊന്നും സോൾവ് ചെയ്യാതെ ആൾമാർ ട്രിപ്പിന് പോലും വരത്തില്ല. എന്തൊക്കെ പ്ലാനായിരുന്നു, സർപ്രൈസ് ഒക്കെ ആയിട്ട്. ഇപ്പൊ ഒക്കെ നമ്മളായിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ടു. ദക്ഷി കൈമലർത്തി. ആദ്യം അവളുമാർ നോക്കിയാൽ ചിരിച്ചാൽ മതിയായിരുന്നു. എന്നിട്ടല്ലേ ട്രിപ്പൊക്കെ. ഇതൊരുമാതിരി വട്ടാൻ കൊണ്ടുവന്ന പോത്തിന്റെ കൂട്ടാ ശിവയുടെ നോട്ടം. ഷാന് പിന്നെ മൈൻഡ് പോലും ചെയ്തില്ല സമാധാനിക്കാം. കടിച്ച് പല്ലി പൊട്ടിക്കാത്തൊരു പരിഹാരമാണ് വേണ്ടത് എന്ന് കിച്ചു പറഞ്ഞു. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അവനെ കൊണ്ടുവരേണ്ടി വരും. കുരുട്ട് ബുദ്ധി ഒത്തിരി ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ചെയ്ത് തരും എന്ന ഹരിയുടെ വാക്കിൽ 4 പേരും പുഞ്ചിരിച്ച പ്രതീക്ഷയോടെ ഇരുന്നു. അന്ന് പിന്നെ പെൺപിട അവരെ പാടെ അവഗണിച്ചു. പ്രതിഷേധമായി താഴെ റൂമിൽ കയറി കഥ കടച്ചു. എന്തോ പോയി കണക്കി ചെക്കന്മാർ അവരുടെ റൂമിലേക്ക് വിട്ടു. നേരം പുലർച്ചെ എന്നത്തെയും പോലെ ജോലികൾ തീർക്കുകയാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഹാളിലായി നിന്ന പെൺപടകൾ പരസ്പരം നോക്കി. ശിവ പോയി ഡോർ തുറക്കവേ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരുത്തനെ കാണേ. ആരാ എന്ന സംശയത്താൽ പുരികം ചുളിച്ചു. അവരിലേക്കായി തിരിഞ്ഞവന്റെ മിഴികൾ വിടർന്നു. ഹായ് ഗേൾസ്, ഗിവ് മീ സം വേ എന്ന് പറഞ്ഞ് ചപ്രാച്ചി മുടിയുള്ള ഒരുത്തിനകത്തേക്ക് പോയതും അഞ്ചും കിളി വളർത്തി നിന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്നമാരെ കാണേ. ആളിയൻസ് വന്നിട്ടേ, നിങ്ങളെ വന്നിരിച്ചടാ, എൻജോയ് എൻജോയ് എന്ന് പറഞ്ഞ് തുള്ളിക്കൊണ്ട് ഡേവിയുടെ മേലേക്കായി ചാടി കയറി കെട്ടിപ്പിടിച്ചു. അവനിൽ നടന്നു മാറി. ഏയ് മച്ച, എന്നതാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതിനോ ലോഡ്സ് ഓഫ് ചേഞ്ചസ്. എന്റെ പുതിയ രൂപം എങ്ങനെയുണ്ട്, വറൈറ്റില്ലേ? സത്യം പറ, എവിടുന്ന് ചാടി പറഞ്ഞുള്ള ഓരോ നിന്റെ പുള്ളി ട്രൗസറും ലൂസ് ടീഷർട്ട് തൊപ്പി കോലം കണ്ടിട്ട് നീ ഒരു സായിപ്പിന് കൂട്ടിയ ലക്ഷണം ഉണ്ടല്ലോടാ നാറി. ഡേവിയുടെ ചോദ്യത്തിന് അതെങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പുച്ഛം. എന്നാലും ഡേവി എന്നെങ്ങനെ കൊച്ചാകരുതായിരുന്നു. യൂനോ, ഞാൻ പണ്ടത്തെ തറപ്പരിപാടിക്ക് നിർത്തിയിടാം. പെണ്ണ് കെട്ടിയ പിന്നെ ഞാൻ പുതിയ മനുഷ്യനാവും. ഞാനിപ്പോ ഫേമസ് മോട്ടിവേറ്ററാ. നിങ്ങൾക്കറിയോ എത്ര മോട്ടിവേഷൻ ചെയ്ത് ഞാൻ ഒത്തിരി പേരുടെ ജീവിതം രക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? അതാവും സായിപ്പ് ഓടിച്ച ബോർഡിങ് പോന്ന്. ഏത് നാറിയടന്നോണുണ്ടാക്കി പറഞ്ഞ്. ആരും പറഞ്ഞിട്ട് വേണ്ടല്ലോ, നിന്നെ ഞങ്ങൾക്ക് അറിയില്ലടാ. കിച്ചുവിന്റെ വാക്കിൽ എബി പതിഞ്ഞ സ്വരത്തിൽ. ഒരു നാറി സായിപ്പ് ബീച്ചിൽ ഇങ്ങനെ കിടക്കുവാണേ, പൊരിഞ്ഞ വെയില്. അങ്ങേരോട് ഞാൻ പറഞ്ഞു കരിഞ്ഞുണങ്ങാൻ നിൽക്കാതെ എണീറ്റ് പൊക്കൂടെന്ന്. അപ്പൊ അങ്ങേരെന്റെ മുഖത്ത് നോക്കി ചോദിച്ചടാ ഹു ആർ യൂന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങേരോട് നിന്റെ അമ്മൂമ്മയുടെ നായരെന്ന് പറഞ്ഞു. പണ്ട് എനിക്ക് ഇവർ ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? പാവം, നമുക്ക് സ്വാതന്ത്ര്യം നൽകാത്ത കാപാലികന്മാരാ. എനിക്ക് കാണുന്ന വെറുപ്പാ. അയ്യേ, അങ്ങേരെ എന്നെ നോക്കി യു കോൾ മീ ഡോഗ് എന്നൊരു ചോദ്യം. ആ നാരി സായിപ്പിനോട് നായരെന്ന് പറഞ്ഞപ്പോ നായെന്ന് കരുതി ഡോഗ് എന്ന് വ്യാഖ്യാനിച്ചെന്റെ പൂരത്തെറി. അത് ഇംഗ്ലീഷ് തൂറ്റിയിട്ട് അതിന്റെ ദേഷ്യത്തിന് അങ്ങേര് വെള്ളത്തിലിറങ്ങിയപ്പോ ഇതെല്ലാം അടിച്ചു മാറ്റി ഞാൻ പോന്നു. ഇനി അങ്ങയുടെ കൊലമൂടി ചെട്ടി മാത്രമായിട്ട് കടാപ്പൂത്തൂടെ തിരിഞ്ഞെടുക്കട്ടെ അയാള് എന്ന് പറഞ്ഞു നിർത്തിയവനെ എന്തോന്നടാന്നുള്ള രീതിയിൽ നോക്കിയതും. ബൈ ദ ബൈ,
നമ്മൾ മാട്രിയിൽ നിന്ന് ഒത്തിരി വ്യതിചലിച്ചു. നിങ്ങളെ ആവശ്യം പറഞ്ഞപ്പോൾ ഓടിപ്പടഞ്ഞു വന്ന എന്റെ ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. സോ നിങ്ങളുടെ കെട്ടിയോൾസിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താ, ഒന്ന് സെറ്റാക്കുകയാണെങ്കിൽ എനിക്ക് പല വഴിയിലൂടെയും ഭ്രാന്തനെ പോലെ അലയേണ്ടി വരും എന്ന് പറഞ്ഞാൽ മതി. ഭ്രാന്തനാണെന്ന് ആർക്കും മനസ്സിലാവും. ഹരി പറഞ്ഞു കേട്ട് അവൻ അടിപൊളി നോക്കി. അതെ, കുന്തിരിക്ക് ഇഷ്ടമാണെന്ന് എഴുതി അതെടുത്ത് നോമിന്റെ പാട്ടയിലിട്ട് പോക്കരുത്. ഓക്കെ, നീ ആദ്യം ഒന്ന് ഫ്രഷ് ആയി വേടാ, എന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, അതിനുമുമ്പ് എനിക്ക് നിങ്ങളുടെ ഭാര്യമാരിക്കൊന്ന് പരിചയപ്പെടണം. എന്തിന്? ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ അണ്ടറിലാവുന്ന എനിക്കറിയില്ലേ. സോ ഒരു ടൈപ്പിലെത്തുന്നതാണ് നോമിന്റെ ആരോഗ്യത്തിന് നല്ലത്. നിങ്ങളെ വിശ്വസിച്ചാൽ ഞാൻ പട്ടിണി ഇരിക്കേണ്ടി വരും. സ്വിഗ്ഗിന്റെ ഉൾസൊക്കെ അറിയൂ. നാറി ഓക്കെ ഗൈസ് എന്ന് പറഞ്ഞ സ്റ്റെയറിലോട്ട് നോക്കി. അതുവരെ ഈ കാര്യമറിയാതെ നിൽക്കുന്ന പെൺപടകൾക്ക് നേരെ ഹലോ ഗേൾസ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അവർക്ക് മുമ്പിലായി വന്നു നിന്നു. ബൈ ദ ബൈ, ഞാൻ ഒരു മോട്ടിവേറ്ററാണ്. ശരിക്കും എന്ത് കണ്ടിട്ട് തോന്നില്ലേ? ഇല്ല, അങ്ങനെ പറയരുത്. എനിക്ക് മോട്ടിവേഷൻ മാത്രമല്ല പ്രവചനവശമുണ്ട്. ഞാൻ ഗസ് ചെയ്യട്ടെ എന്ന് കേൾക്കി അവളുമാർ അവനെ മിഴിച്ചു നോക്കവേ, ഇയാളുടെ വീട് പെണ്ണ്, ഐ എം എ റൈറ്റ് എന്ന് ശിവ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു. പിന്നീട് ഈ തട്ടൻ ഷാനിന്റെ അല്ലേ? ഏത് കിച്ചു? ദക്ഷിന്റെ പൊണ്ടാട്ടി ഹരിയുടെ അല്ലേ? എന്നാ ഗസിങ് ശരിയല്ലേ? നാറി അവന്റെ രോഞ്ഞ ബിൽഡപ്പ്. നമ്മളെല്ലാം അവന് യുവാ ഫോട്ടോ അയച്ചു കൊടുത്ത് ദക്ഷ പല്ലടിച്ചു. അവന് പുറകെ അവരഞ്ചും എബിക്കരിയിലായി വന്ന് അവരോടായി, ഇത് എബിൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആൻഡ് പാർട്ണർ ഇൻ ക്രൈം എന്നൂടെ പറയൂ ബ്രോ. യു നോ ഗേൾസ്, അവരോടൊപ്പം ഞാൻ എന്തോരം വെള്ളോടും എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവർക്ക് അപായമണി മുഴങ്ങിയതും സ്പോട്ടിൽ അവന്റെ വാമൂടി അവന്മാരവൻ എടുത്തുകൊണ്ട് പോയി. കാര്യം പിടികിട്ട് ആ പെൺപിള്ളേർ കണ്ണുമിഴിച്ച് നിന്നു. എടുത്തോണ്ട് പോവെന്നെ മുകളിലുള്ള ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്കിട്ട് ഡെവി, നാറി പണി കാണിക്കരുത്. ഒരുവിധം പ്രശ്നം സോൾവ് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് നീ ഞങ്ങളുടെ അവസാനത്തെ അണി അടിക്കാൻ നോക്കുകയാണോ? സോറി, അത് പിന്നെ ഫ്ലോയില് അതിനെന്തിനും നോക്കി പീഡിപ്പിക്കുന്നു. ഞാൻ വെള്ളടിച്ചല്ലേ പറഞ്ഞോളൂ, അല്ലാണ്ട് വെള്ളടിച്ച് പോലീസ് സ്റ്റേഷൻ പോയി തല്ലി തകർത്തോറിട്ടില്ലല്ലോ. ഉണ്ടോ? ഓ ഇവനെ പൊന്നിയപ്പി, നീ നിന്റെ തിരുവാ തുറക്കരുത്. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നീ ആദ്യം ഒന്ന് നനച്ചു കുളിച്ചു വാ, ഓട്ടിക്കത്താ നാറ്റം എന്ന് പറഞ്ഞ് 5 പേര് അവരുടെ റൂമിലേക്ക് പോയി. വിശപ്പിന്റെ വിളി തുടങ്ങിയതേ അവർ 5 പേര് അവരുടെ റൂമിൽ നിന്ന് നേരെ താഴോട്ട് വിട്ടു. ഓ പറയാതെ പോയിട്ടു ഫുഡൊക്കെ എന്നെ ടേസ്റ്റ് എന്നറിയോ? ഇതൊക്കെ ആരുടെ കൈപ്പുണ്യ? ഓ സത്യമായിട്ടാ, ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇജാതി ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് അവർ 5 പേരും സ്റ്റെയർ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അതേ ഡൈനിങ് ടേബിൾ മുമ്പിൽ നബി വെട്ടി വിഴുങ്ങുന്നു. ഇതെല്ലാം ഞങ്ങൾ 5 പേരുണ്ടാക്കിയതാ എന്ന് സ്ത്രീ പുഞ്ചിരിയോടെ പറഞ്ഞതും, യൂണോ ഗേൾസ്, ആർക്കും അറിയാത്തൊരു ഗതെന്ന കഥയുണ്ട് എനിക്ക്. എനിക്കൊരു ഷെഫാവാനായിരുന്നു ആഗ്രഹം. ആ മോഹമായി ഞാനൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. പരമപോറും ഫുഡ്. വിശാല മനസ്കനായി ഞാൻ എന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ തന്നതാ. പക്ഷെ അതിനു പകരം എനിക്ക് 2 പ്ലേറ്റ് തന്നു. എന്നാ തള്ളി മറിക്കുന്നതായിട്ട് ഷാൻ ഓരോരോ നോണ തട്ടി വിടുന്ന കണ്ടില്ലേടാ. നമ്മൾ പഠിക്കുന്ന ടൈം നമ്മളറിയാതെ ക്ലാസ്സും കെട്ടി ഇതേതോ ഹോട്ടൽ കയറി മൂക്കൂട്ടെന്ന് കാശ് എടുക്കാൻ പറഞ്ഞ് തറവേരെടുക്കാന്നവരെ പിടിച്ചുകൊണ്ട് പോയി പ്ലേറ്റ് കഴിപ്പിച്ചതിനാ ഇത്രയും ബിൽഡപ്പ്. യുനോ, അവസാനം ഞാൻ അവർക്ക് നേരെ മോട്ടിവേഷൻ കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ടാ അവസാനം അവരെന്നെ രാജകീയമായിട്ടാ അവിടുന്ന് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ ഒരു നിമിഷം ആലോചനയിലേക്ക് വഴുതി. ഫുഡും തട്ടി കാശ് കൊടുക്കാത്തതിന് പ്ലേറ്റ് കഴിക്കളഞ്ഞ് അവന്മാരുടെ കാല് പിടിച്ചിട്ട് മാവ് ആട്ടിയതിനു ശേഷമാണ് പറഞ്ഞു വിട്ട് തന്നെ. ഓ ഓർക്കാനേ വയ്യ. ആ ഓർമ്മയിൽ അവർ തലകുടഞ്ഞു. ആകാംക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്നവളുമാർക്ക് നേരെ ഇളിച്ച്, അങ്ങനെയാ ഞാനൊരു മോട്ടിവേറ്റർ ആയത്. ഇനിയും സ്പേസ് കൊടുത്താൽ ഭൂമിയുടെ അച്ചുകൊണ്ട് ഇവനാണ് അവിടെ കൊണ്ടുവച്ചെന്ന് പോലും തള്ളി മറിക്കുമെന്ന് കണക്കൂട്ടി അവർ പെട്ടെന്ന് ടേബിളിലേക്ക് പോയി. അവർ വന്നു അവളുമാർ അവർക്കെല്ലാം ഭക്ഷണം വിളമ്പി നൽകി. പക്ഷെ ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അവന്മാരുടെ നോട്ടം അവരിലേക്ക് എത്തിയെങ്കിലും അവർ ഭക്ഷണം വിളമ്പി വെച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. അവരുടെ അവഗണന അവർക്കുള്ളിൽ നീച്ചൽ പടർത്തി. ദയനീയമായി പരസ്പരം നോക്കി. അവരുടെ 5 പേരുടെയും മിഴ എബിയിലേക്ക് നീണ്ടു. എവിടെ ചെക്കൻ ഇതെന്നറിയാൻ വൻ പോളിങ്ങിലാണ്. അതോടെ കരികിച്ച് അവന്റെ കാൽ നോക്കി ആഞ്ഞ് ചവിട്ടി. എന്നാലൊരു വായിൽ അപ്പവും തിരിഞ്ഞ് മിഴൂരത്തിയും അതാ കട്ടക്കരിപ്പിൽ 5 പേർ. അവരുടെ ആ ഭാവം കണ്ടത് അവൻ വിളക്കെ ചിരിച്ചു. നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന വല്ല ബോധ്യം കൊണ്ടോടാ നിനക്ക്? നീ ഇന്നൊരു ദിവസമല്ലേ ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ടുള്ളൂ. കഴിപ്പ് കൊണ്ട് 1 കൊല്ലത്തിന് നീ മട്ടി കിടന്ന പോലെ ഉണ്ടല്ലോ. ഹരി പല്ലടിച്ചു. നിങ്ങൾക്കൊന്നും എന്റെ ഐഡിയ കുറിച്ച് അറിയില്ല. ഞാനിതെല്ലാം കഴിക്കുന്ന എന്നാത്തിനാണെന്നാ. ഡോ, ഇതിലൂടെ എനിക്ക് വിറ്റാമിൻസ് കൂടും. അങ്ങനെയാകുമ്പോൾ എന്റെ ബുദ്ധി വികസിക്കും. ഒട്ടുക്കത്തെ വികാസം. ആ വികസിച്ച ബുദ്ധി ഒന്നുകൂടെ ഞാൻ വ്യാപിപ്പിച്ചുകൊണ്ട് പല ഐഡിയകളും ഞാൻ ചിന്തിച്ചെടുക്കും. ആ ചിന്തിച്ചു കൂട്ടിയ പല ഐഡിയകളിലൂടെ നിങ്ങളുടെ ജീവിതം ഞാൻ സെറ്റാക്കും. ഓക്കെ, സെറ്റ്. അല്ല, ഇത്രയും വിവരിച്ചതിന്റെ ഉദ്ദേശം എന്താ? ഡേവിയുടെ നോട്ടത്തിൽ ചുരുക്കി പറഞ്ഞാ എനിക്ക് ഐഡിയ കിട്ടണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് കഴിക്കണം. സോ ഡോണ്ട് ഡിസ്റ്റർബ് മീ.
മനുഷ്യനിവിടെ പ്രാണവേദന. അപ്പോഴവന്റെ വീണ വായന. കിച്ചു മുഷ്ടിയുരുട്ടി. ആ വായനയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ആ വീണ ഇപ്പൊ വായിക്കാൻ പറ്റൂ എന്ന് കരുതി ആ വീണയെ വീട്ടിലെത്തിയിട്ട് മാസം ഒന്നായി. ഒന്ന് കടാക്ഷിക്കാൻ കാത്തിരുന്നിട്ട് ഞാനിപ്പോഴും കന്യകൻ. ഞങ്ങളെ പോലെ തന്നെ നിന്റെ ഭാര്യ നിന്നെ അടുപ്പിക്കുന്നില്ലേ? അവിടെ അടുപ്പിക്കാത്ത നിങ്ങളുടെ നാക്കിരിപ്പിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറ. എനിക്കങ്ങനെയാണോ? അടുപ്പിക്ക പോയിട്ട് റൂം കിട്ടാൻ ഞാൻ മഴ കാത്തിൽക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുക, കണ്ണില് മണ്ണെണ്ണി ഒഴിച്ച്. ഉമ്മച്ച കുട്ടിയുണ്ടാന്ന് പറഞ്ഞ് നോൺട്രി വെച്ചേക്കും അവള്. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ ആ ഹൃദയവേദന. നന്നായി വശിക്കുന്ന സമയത്ത് അടുത്ത് ബിരിയാണി വെച്ചിട്ട് ആ സമയത്തിന് കൃത്യമായി പല്ലിന് പോലുള്ള പല്ലുവേദന വരുന്ന അവസ്ഥ. അതുകൊണ്ട് മാത്ര ഞാൻ പെട്ടിയും കേക്കെടുത്ത് ഇങ്ങോട്ട് വന്ന് കാത്തിരിക്കാം. ഇനി എന്റെ കളികളാ, പഴശ്ശിയുടെ കളികൾ. കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. പറഞ്ഞേക്കടാ. എന്ത് തുടരും? ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.